24 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയത്. അത്രയും നേരം അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന ലോഡ് ഇവിടെ അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഈ ഡ്രൈവർമാർ, ഹെവി ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർ, അവർ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അവർക്ക് അവഗണനകൾ കിട്ടുന്നുണ്ട്. അവർക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് പോലുമല്ല. അവർ ഊടില്ലാതെയും ഉറക്കമില്ലാതെയും ഒക്കെയാണ് അവർ ചിലപ്പോൾ ഈ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം എത്തുന്നത്. റിസീവിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ അൺലോഡ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ആ പരിപാടികൾ തുടങ്ങി. പക്ഷേ എങ്കിൽ കൂടെ ആലോചിക്കണം, ഒരു 10-40 ടൺ ഇറക്കാനായിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാവും. അതെല്ലാം തന്നെ അവരെ എത്രയും പെട്ടെന്ന് ചെയ്തു തന്നു. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടാനുള്ളൊരു പ്രശ്നങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൂടെ ഇതിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പ്ലാൻ. അതായത് എത്ര പെട്ടെന്ന് ഇത് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റും, അതും കൂടെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.